ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം. മിനിരത്ന കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 50 ഡ്രാഫ്റ്റ്മാൻ ട്രെയിനി തസ്തികയിലേക്ക് പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സുകളും അതുപോലെ ഗവൺമെൻറ് ന്യൂസുകളും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള XSC അല്ലെങ്കിൽ PSC RRB റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ്. നമുക്കിത് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പലർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് ഡിപ്ലോമയൊക്കെ വെച്ച് ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊന്നും മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഒരു ജോലി അവരൊന്നും ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപാട് ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകളൊന്നും ചിലപ്പോൾ അറിയാൻ സാധ്യത കുറവാണ്. പല വേക്കൻസികളും വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കറിയാം, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു മിനിരത്ന കമ്പനിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു മിനിരത്ന കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പോസ്റ്റിൻ്റെ പേര് ഡ്രാഫ്റ്റ്മാൻ ട്രെയിനി എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുന്നതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ തസ്തിക ഷിപ്പ് ഡ്രാഫ്റ്റ്മാൻ ട്രെയിനി മെക്കാനിക്കൽ എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ്. ഷിപ്പ് ഡ്രാഫ്റ്റ്മാൻ ട്രെയിനി മെക്കാനിക്കലാണ്. 29 ഒഴിവുകളാണ് അതിലുള്ളത്. പിന്നെ ഷിപ്പ് ഡ്രാഫ്റ്റ്മാൻ ട്രെയിനി ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് 21 ഒഴിവുകളുമുണ്ട്. അപ്പോൾ 2 തസ്തികയാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഉള്ള ഡിപ്ലോമ ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയും. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പാസ് ഇൻ SSLC ആൻഡ് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഡിസിപ്ലിൻ ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വിത്ത് 60% മാർക്ക് ഓർ ഇക്വലൻറ്റ്. അപ്പോൾ SSLC പ്ലസ് 3 ഇയർ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് അപേക്ഷിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, പൂർണ്ണമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഓരോ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഈ ചാനലിലൂടെ വിശദമാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പോയി വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. എങ്ങനെയാണ് അതിൻ്റെ വർക്ക് എന്നെല്ലാം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ടാവും. അതുപോലെ എക്സാം ആണെങ്കിൽ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ 2 വർഷമായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുക. സ്റ്റൈപ്പൻഡ് ലഭിക്കുക 10,500 മുതൽ 11,500 വരെ ആയിരിക്കും സ്റ്റൈപ്പൻഡ് ലഭിക്കുക. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 25 വയസ്സ്, മാക്സിമം 25 വയസ്സ്. 25 വയസ്സിൽ കവിയാൻ പാടില്ല. 2/5/2019 കണക്കാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഏജ് കണക്കാക്കുന്നത്. റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 5 വയസ്സ് SC/ST, 3 വയസ്സ് OBC, അതുപോലെ 10 വർഷം PWD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെ ഇളവുകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ പറഞ്ഞു phase 1 phase 2 എന്ന് പറയുന്ന എക്സാം വഴിയായിരിക്കും. ഫസ്റ്റ് phase 1 എന്ന ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും 50 മാർക്കിൻ്റെ. phase 2 എന്ന് പറഞ്ഞത് പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും 30 മാർക്കിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് 1 ഉണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് അതിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിച്ച് നോക്കുക, എങ്കിൽ മാത്രം നിങ്ങൾക്ക് അറിയാൻ കഴിയും. കൊടുത്തിട്ടുണ്ട് അവിടെ. ജനറൽ നോളജ് 5, ജനറൽ ഇംഗ്ലീഷ് 5, റീസണിങ് 5, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 5, ഡിസിപ്ലിൻ റിലേറ്റഡ് 30. ടോട്ടൽ 30 മാർക്കായിരിക്കും. അപ്പം മാക്സിമം 30 മാർക്ക്, 50ൽ ഏകദേശം 30 മാർക്കോളം ആ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ അതിലേക്ക് എത്തിപ്പെടാൻ അധികം റിസ്ക് എടുക്കേണ്ടി വരില്ല. 60 മിനിറ്റാണ് ഇതിൻ്റെ എക്സാം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ഈ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് അത് അടക്കാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് cochinshipyard.com www.cochinshipyard.com എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖാന്തരം കരിയർ പേജ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലുണ്ട്. അവിടെ പോയി രജിസ്റ്റർ. ഈ ഒരു തസ്തികയിലേക്ക് ഡ്രാഫ്റ്റ്മാൻ ട്രെയിനി എന്ന് പറഞ്ഞ തസ്തികയുടെ ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്.
അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ട 17/4/2019 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2/5/2019 ആയിരിക്കും അവസാന തീയതി. ഇപ്പോൾ 2/5/2019 മുമ്പ് തന്നെ നിങ്ങൾ അപേക്ഷിക്കുന്ന ആളുകൾ തീർച്ചയായും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഒരാൾക്കെങ്കിലും നിങ്ങളുടെ ഈ ഷെയർ കാരണം ഒരു ജോലി കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.